ടുട്ടു ഡാ നീ എവിടെ കയറി പോയിക്കണേ? എവിടാ? ഇത് ഞങ്ങളുടെ ടുട്ടുവാണ്. ഞങ്ങൾക്ക് വന്ന് കിട്ടിയതാണ്. ഇതിനെ പ്രസവിച്ച തള്ള 3 കുഞ്ഞുങ്ങളുണ്ടായി. എന്നിട്ട് ഇത് വെളുത്തായ എൻ്റെ പേരിൽ ഇതിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഗർഭിണിയായ ഒരു പൂച്ച ഇവിടെ വന്നു. അതായിരുന്നു ഇതിനെ നോക്കിയിരുന്നത്. അത് വേറെ അപ്പുറം പോയി പ്രസവിച്ചിട്ട് കുഞ്ഞിനോട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓടിച്ചു പേടിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ആഹാരം കഴിക്കുക തള്ളയായിരുന്നു നോക്കണേ. അപ്പോൾ പ്രസവിച്ചെടുക്കണ വരുമ്പോൾ രണ്ടുപേരും നല്ല ഒന്നിച്ച് ചോറുണ്ണും. ഭയങ്കര കളിയാണ്. എൻ്റെ മോക്കടെ പുള്ള പൂച്ച എന്ന് വെച്ചാൽ മരിക്കും. ജീവനെല്ലാം മൃഗത്തിന് ഉണ്ട്. ഇപ്പം പോയി കിടക്കുന്നത് എവിടെ അതിൻ്റെ കൂടെ ടെറസിൻ്റെ മുകളിലാണ് കിടക്കണേ. രാവിലെ വാതിൽ തുറക്കുമ്പോഴത്തേക്കും വരും. എന്നിട്ട് ഈ കളിയാണ്. ടുട്ടു ടുട്ടു എന്നാ പേര്. എന്നാ കളിയാണെന്നറിയാം. നല്ല രസമാണ് കളിക്കണതാണ്. എന്തേത് കണ്ട ഇവിടെയൊക്കെ കയറി ഒളിച്ചിട്ട് അടിക്കാനേ പറ്റില്ല. പെരയടിക്കാൻ പാടില്ല, വാതിൽ തുറക്കാൻ പാടില്ല. ഈ കളിയാണ്. നല്ല സ്നേഹമാണ് അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു കൊച്ചു പിള്ളേരുള്ളതും ഇങ്ങനെ ഇണങ്ങിയ ഒരു മൃഗങ്ങളൊക്കെ ഉള്ളത് എത്ര നല്ലതല്ലേ? നമ്മളെന്ത് വിഷമവും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൃഗത്തിൻ്റെ ആയാലും കളികളും സ്നേഹവും കാണുമ്പോൾ എല്ലാം മറന്നു പോകും അല്ലേ? ഇപ്പം ഞാൻ ചൂലെടുക്കും. അപ്പം അവൾ അടിക്കാൻ സമ്മതിക്കില്ല. അടിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ തുടങ്ങും കളി. മിടിക്കില്ലേ? ഇവിടെ വിട്ട് പോവില്ല. അപ്പം പോകാൻ പറഞ്ഞൊക്കെ വിട്ടു. ഇവിടെ ചേട്ടന് പൂച്ചനെ ഇഷ്ടമല്ല. അതിനെ കടിച്ചതുകൊണ്ട് പേടിയാണ്. പിന്നെ അല്ലാട്ടോ കടിച്ച ചെറുപ്പത്തിൽ പോകാൻ പറഞ്ഞാലും പോകില്ല. ഞങ്ങൾ വാതിൽ തുറക്കാൻ പാടില്ല. കടയിലും ഞാൻ പോകാൻ പാടില്ല. കടയിൽ പോയിട്ട് വരുമ്പോൾ മതിലിൻ്റെ അവിടെ വന്ന് നോക്കിയിരിക്കും. ഞാൻ വന്ന് കഴിയുമ്പോൾ എന്നതാ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ കാണിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു ടുട്ടുവാണത്. ടുട്ടു ടുട്ടു എൻ്റെ മോൻ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. എൻ്റെ കൊച്ചുമോൻ ഇതെന്ന് വെച്ച് ജീവനാണ്. ഇപ്പം മറ്റേ ഗർഭിണിയായ പൂച്ചേനെ എടുത്ത് തോളയിലിടുമെന്ന് നോക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അത് തിന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് പോകും. തിന്നാൻ മാത്രമായിട്ട് കൃത്യ സമയത്ത് വരും. അതുകൊണ്ട് അവന് അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു. ഇതെപ്പോഴും ഇവിടെയാണ്. ചൂലെടുത്ത് അടിക്കാൻ പറ്റില്ല, പെരയ്ക്കകത്ത് കയറാൻ പറ്റില്ല. ടുട്ടോ ടുട്ടു എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പൂച്ചക്കുട്ടീനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ വീട്ടിൽ വളർത്താൻ നോക്കുക. ഇണങ്ങുന്ന മൃഗത്തിന് നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ? കൊച്ചു പിള്ളേരും കുഞ്ഞു പൂച്ചകളൊക്കെ ഉള്ള വീട്, പട്ടിക്കുഞ്ഞൊക്കെ നല്ല സന്തോഷമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ ടുട്ടുവിനെ. ഞാനിവിടെ ഇരുന്നു, അവൻ അതിൻ്റെ അടിയിൽ വന്നിരുന്നു. എന്നെ എന്നിട്ട് മാന്തല എന്നിട്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ടാവും. നല്ല മാന്തൽ വരുവൻ. ടുട്ടു ടുട്ടു ഞാൻ ഈ ബെഞ്ചയിൽ ഇരുന്നിട്ട് നീ എന്തിനാണ് മാന്തണേ? എന്തിനാണ് കള്ള മാന്തണേ? ടുട്ടു 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 നിൻ്റെ തുള്ളി തെപ്പതേ കയറും. എന്നെ ഒരു സ്ഥലത്തിരുത്തില്ല. ഞാൻ കട്ടലിൽ തൂങ്ങാണ്. ടുട്ടു എന്നാ പതുങ്ങി കിടക്കണുണ്ടോ? നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ അടിയിൽ പതുങ്ങി കിടക്കണം. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇതാണ് ടുട്ടു കുഞ്ഞു. കളിയാണ് അവന്. അതിൻ്റെ കൂടെ ഞാൻ കളിക്കണം. കുഞ്ഞാപ്പു കൊച്ചു കളിക്കുന്ന രീതിയിൽ എനിക്ക് കളിക്കാൻ പറ്റുമോ? കൊച്ചിതിൻ്റെ കൂടെ എപ്പോഴും കളിക്കും. എടാ ടുട്ടു 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 പോയി.